25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ നോളജ്ഫുള്ളാണ്. ബാബയെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നത് തലകീഴായ മഹിമയാണ്. ബാബ വരുന്നത് തന്നെ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. ചോദ്യം: ബാബയോടൊപ്പം ഏറ്റവും അധികം മഹിമയുള്ളത് മറ്റാർക്കാണ്? എങ്ങനെ? ഉത്തരം: ബാബയോടൊപ്പം ഭാരതത്തിനും വളരെയധികം മഹിമയുണ്ട്. ഭാരതമാണ് അവിനാശി ഖണ്ഡം. ഭാരതമാണ് സ്വർഗമാകുന്നത്. ബാബ ഭാരതവാസികളെയാണ് ധനികരും സുഖം അനുഭവിക്കുന്നവരും പവിത്രവുമാക്കി മാറ്റിയിരിക്കുന്നത്. ഗീതയിലും അപരിമിതമായ മഹിമയാണുള്ളത്. സർവശാസ്ത്രമയി ശിരോമണി ഗീതയാണ്. നിങ്ങൾ ചൈതന്യ ജ്ഞാനഗംഗകൾക്കും വളരെയധികം മഹിമയുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ജ്ഞാനസാഗരനിൽ നിന്നും പുറപ്പെടുന്നു. ഓം ശാന്തി. ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥം പുതിയവരും പഴയ കുട്ടികളും മനസ്സിലാക്കി. കുട്ടികളായ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാ ആത്മാക്കളും പരമാത്മാവിൻ്റെ സന്താനമാണ്. പരമാത്മാവ് ഉയർന്നതിലും ഉയർന്നതാണ്. വളരെ പ്രിയത്തിലും പ്രിയങ്കരനാണ്. എല്ലാവരുടെയും പ്രിയതമനാണ്. കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു. ജ്ഞാനം എന്നാൽ പകൽ, സത്യയുഗവും ത്രേതായുഗവും. ഭക്തി എന്നാൽ രാത്രി, ദ്വാപരവും കലിയുഗവും. ഭാരതത്തിൻ്റെ കാര്യമാണ്. ആദ്യമാദ്യം നിങ്ങൾ ഭാരതവാസികൾ വരുന്നു. 84ൻ്റെ ചക്രവും ഭാരതവാസികളായ നിങ്ങൾക്കാണ് ഉള്ളത്. ഭാരതമാണ് അവിനാശി ഖണ്ഡം. ഭാരതഖണ്ഡമാണ് സ്വർഗമാകുന്നത്. മറ്റൊരു ഖണ്ഡവും സ്വർഗം ആകുന്നില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. പുതിയ ലോകമായ സത്യയുഗത്തിൽ ഭാരതമാണ് ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തെയാണ് സ്വർഗം എന്ന് പറയപ്പെടുന്നത്. ഭാരതവാസികളാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്, നരകവാസി ആകുന്നത്. അവർ വീണ്ടും സ്വർഗവാസിയാകും. ഈ സമയം എല്ലാവരും നരകവാസികളാണ്. എങ്കിലും മറ്റെല്ലാ ഖണ്ഡവും വിനാശമായി ഭാരതം മാത്രം അവശേഷിക്കും. ഭാരത ഖണ്ഡത്തിൻ്റെ മഹിമ അപരമപാരമാണ്. ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത്. ഇത് ഗീതയുടെ പുരുഷോത്തമ സംഗമയുഗമാണ്. ഭാരതമാണ് വീണ്ടും പുരുഷോത്തമം ആകേണ്ടത്. ഇപ്പോൾ ആ ആദി സനാതന ദേവീദേവത ധർമ്മവുമില്ല, രാജ്യവുമില്ല, ആ യുഗവുമില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നു, വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്ന് ഒരു ഭഗവാനെയാണ് പറയുന്നത്. ഭാരതവാസികൾ ഈ വലിയൊരു തെറ്റ് ചെയ്തു. അവർ പറയുന്നു, ഭഗവാൻ അന്തര്യാമിയാണ്, എല്ലാവരുടെയും ഉള്ളിലുള്ളത് ആ ഒന്ന് അറിയുന്നു. ബാബ പറയുന്നു, ഞാൻ ആരുടെയും ഉള്ളിലുള്ളത് അറിയുന്നില്ല. എൻ്റെ ജോലി തന്നെ പതീതരെ പാവനമാക്കുകയാണ്. വളരെ പേർ പറയുന്നു, ശിവബാബ അങ്ങ് അന്തര്യാമിയാണ്. ബാബ പറയുന്നു, ഞാൻ അങ്ങനെയല്ല. ഞാൻ ആരുടെയും മനസ്സിനെ അറിയുന്നില്ല. ഞാൻ വന്ന് പതീതരെ പാവനമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലാണ്. ഞാൻ ഒരു തവണയാണ് വരുന്നത്. എപ്പോഴാണോ പഴയ ലോകത്തെ പുതിയത് ആക്കേണ്ടതായിട്ടുള്ളത്. മനുഷ്യർക്ക് ഇതറിയില്ല. ഈ ലോകം പുതിയതിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതും എപ്പോൾ ആകുന്നു എന്നത്. ഓരോ വസ്തുവും
പുതിയതിൽ നിന്നും പഴയത് സതോ രജോ തമോയിലേക്ക് തീർച്ചയായും വരുന്നു. മനുഷ്യരും അങ്ങനെയാകുന്നു. ബാലകൻ സതോ പ്രധാനമാണ്, പിന്നെ യുവാവാകുന്നു, പിന്നീട് വൃദ്ധനാകുന്നു. അതായത് രജോ തമോയിലേക്ക് വരുന്നു. വൃദ്ധ ശരീരമാകുമ്പോൾ അത് ഉപേക്ഷിച്ച് വീണ്ടും കുട്ടിയാകും. കുട്ടികൾക്കറിയാം പുതിയ ലോകത്തിൽ ഭാരതം എത്ര ഉയർന്നതായിരുന്നു. ഭാരതത്തിൻ്റെ മഹിമ അപരം അപാരമാണ്. ഇത്രയും സുഖിയും സമ്പന്നവും പവിത്രവുമായ മറ്റൊരു ഖണ്ഡവുമില്ല. വീണ്ടും സതോ പ്രധാനമാക്കി മാറ്റുവാൻ ബാബ വന്നിരിക്കുകയാണ്. സതോ പ്രധാന ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെ രചിച്ചത് ആരാണ്? ഉയർന്നതിലും ഉയർന്ന ശിവനാണ്. ത്രിമൂർത്തി ബ്രഹ്മ എന്ന് പറയുന്നു. അർത്ഥം മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ പറയേണ്ടത് ത്രിമൂർത്തി ശിവൻ എന്നാണ്, അല്ലാതെ ബ്രഹ്മാവ് എന്നല്ല. ഇപ്പോൾ ദേവദേവ മഹാദേവ എന്നും പാടുന്നു. ശങ്കറിനെ ഉയർന്നതാക്കി വയ്ക്കുന്നു. അപ്പോൾ ത്രിമൂർത്തി ശങ്കർ എന്ന് പറയണമല്ലോ. പിന്നെ ത്രിമൂർത്തി ബ്രഹ്മാവ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ശിവൻ രചയിതാവാണ്. പരംപിത പരമാത്മാ ബ്രഹ്മാവിൽ കൂടി ബ്രാഹ്മണരുടെ സ്ഥാപന ചെയ്യുന്നു എന്ന് പാടുകയും ചെയ്യുന്നു. ഭക്തി മാർഗത്തിലും നോളജ്ഫുള്ളായ ബാബയെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നു. ഇപ്പോൾ ആ മഹിമ അർത്ഥസഹിതമല്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബയിലൂടെ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ആ ഒന്ന് സ്വയം നമ്മൾ ബ്രാഹ്മണരെ പഠിപ്പിക്കുന്നു. കാരണം അത് അച്ഛനുമാണ്, സുപ്രീം ടീച്ചറുമാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, എങ്ങനെ ചക്രം കറങ്ങുന്നു അതും മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ നോളജ്ഫുള്ളാണ്, അല്ലാതെ ബാബ എല്ലാം അറിയുന്നവൻ എന്നല്ല. ഇത് തെറ്റാണ്. ഞാൻ വന്ന് പതീതരെ പാവനമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. 21 ജന്മത്തേക്ക് രാജ്യഭാഗ്യം നൽകുന്നു. ഭക്തി മാർഗത്തിൽ അല്പകാല സുഖമാണുള്ളത്. അതിനെ സന്യാസിമാരും ഹഠയോഗികളും അറിയുന്നില്ല. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മം ഭഗവാനല്ല. ഭഗവാൻ ഒരു നിരാകാരനായ ശിവനാണ്. അത് സർവ ആത്മാക്കളുടെയും പിതാവാണ്. നമ്മൾ ആത്മാക്കളുടെ നിവാസസ്ഥാനം ബ്രഹ്മാണ്ടം, സ്വീറ്റ് ഹോമാണ്. അവിടെ നിന്നും നമ്മൾ ആത്മാക്കൾ ഇവിടെ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. ആത്മാവ് പറയുന്നു, നമ്മൾ ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമത്തേതും മൂന്നാമത്തേതും എടുക്കുന്നു. 84 ജന്മങ്ങളും ഭാരതവാസികൾക്കാണുള്ളത്. ആരാണോ വളരെയധികം ഭക്തി ചെയ്തത് അവർ തന്നെ വീണ്ടും ജ്ഞാനവും കൂടുതൽ എടുക്കും. ബാബു പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ, എന്നാൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. നിങ്ങൾ ആത്മാക്കളെല്ലാം ഒരു പരമാത്മാവാകുന്ന പ്രിയതമൻ്റെ പ്രിയതമമാരാണ്. ഭക്തി മാർഗം മുതൽ നിങ്ങൾ ഓർമ്മിച്ചു വരികയാണ്. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു. ഇത് ദുഃഖധാമമാണ്. നമ്മൾ ആത്മാക്കൾ യഥാർത്ഥത്തിൽ ശാന്തിധാമത്തിലെ നിവാസിയാണ്. പിന്നെ സുഖധാമത്തിൽ വന്നു നമ്മൾ 84 ജന്മങ്ങളെടുത്തു. ഹം സോ സോ ഹം എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. അവർ പറയുന്നു, ആത്മാ സോ പരമാത്മാ, പരമാത്മാ സോ ആത്മാ എന്ന്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, നമ്മൾ തന്നെ ദേവതയും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരായിരിക്കുന്നു, ദേവതയായി മാറുവാനായി. ഇതാണ് യഥാർത്ഥ അർത്ഥം. അത് തീർത്തും തെറ്റാണ്. സത്യയുഗത്തിൽ ഒരു ദേവി ദേവതാ ധർമ്മം
അദ്വൈത ധർമ്മമായിരുന്നു. പിന്നീട് മറ്റു ധർമ്മങ്ങളുണ്ടായി. അപ്പോൾ ദ്വൈതമായി. ദ്വാപരം മുതൽ ആസുരീയ രാവണ രാജ്യം ആരംഭിക്കുന്നു. സത്യയുഗത്തിൽ രാവണ രാജ്യം തന്നെയില്ല. അപ്പോൾ 5 വികാരങ്ങളും ഉണ്ടായിരിക്കുക സാധ്യമല്ല. അത് സമ്പൂർണ്ണ നിർവികാരിയാണ്. ഇപ്പോൾ നിങ്ങൾ ഗോഡ്ലി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇത് അച്ഛനുമായി, സ്റ്റുഡൻറ്റുമായി, ടീച്ചറുമായി. പിന്നെ കുട്ടികളായ നിങ്ങൾക്ക് സദ്ഗതി നൽകി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അച്ഛൻ, ടീച്ചർ, ഗുരു 3മായി. നിങ്ങൾ ആ ഒന്നിൻ്റെ കുട്ടികളായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. മനുഷ്യർ യാതൊന്നും അറിയുന്നില്ല. രാവണ രാജ്യമാണല്ലോ. ഓരോ വർഷവും രാവണനെ കത്തിക്കുന്നു. പക്ഷേ രാവണൻ ആരാണ് എന്നത് അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ രാവണനാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ശത്രു. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് നോളജ്ഫുള്ളായ ബാബയിൽ നിന്നും ലഭിക്കുന്നത്. ആ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവും ആനന്ദത്തിൻ്റെ സാഗരവുമാണ്. ജ്ഞാനസാഗരനിൽ നിന്നും നിങ്ങൾ മേഘം നിറച്ച് പിന്നെ പോയി മഴ പെയ്യിക്കുന്നു. ജ്ഞാനഗംഗകളും നിങ്ങളാണ്. നിങ്ങൾക്കാണ് മഹിമയുള്ളത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇപ്പോൾ പാവനമാക്കുവാനായി വന്നിരിക്കുന്നു. ഈ ഒരു ജന്മം പവിത്രമാകൂ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. ഞാനാണ് പതീത പാവനൻ. എത്ര സാധിക്കുമോ ഓർമ്മയെ വർദ്ധിപ്പിക്കൂ. വായിലൂടെ ശിവ് ബാബ എന്ന് പറയേണ്ടതും ഇല്ല. ഏതുപോലെയാണോ പ്രിയതമ പ്രിയതമനെ ഓർമ്മിക്കുന്നത്? ഒരു തവണ കണ്ടു മതി. പിന്നെ ബുദ്ധിയിൽ അവരുടെ ഓർമ്മയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഭക്തി മാർഗത്തിലും ആര് ഏത് ദേവതയെ ഓർമ്മിക്കുന്നോ പൂജിക്കുന്നോ അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അത് അല്പകാലത്തേക്കാണ്. ഭക്തി ചെയ്ത് താഴെ ഇറങ്ങി വന്നു. ഇപ്പോഴാണെങ്കിൽ മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. നിലവിളികൾക്കു ശേഷം ജയ ജയഘോഷം ഉണ്ടാകണം. ഭാരതത്തിൽ തന്നെയാണ് രക്തത്തിൻ്റെ നദി ഒഴുകേണ്ടത്. സിവിൽ വാറിൻ്റെ ലക്ഷണങ്ങളും കാണപ്പെടുന്നുണ്ട്. തമോ പ്രധാനം ആയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സദോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ ദേവതയായത് അവർ തന്നെ വന്ന് ബാബയിൽ നിന്നും സമ്പത്തെടുക്കും. ഭക്തി കുറവാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ജ്ഞാനവും കുറച്ചായിരിക്കും എടുക്കുന്നത്. പിന്നെ പ്രജയിലും നമ്പർ വൈസായി പദവി നേടും. നല്ല പുരുഷാർത്ഥികൾ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് നല്ല പദവി നേടും. നല്ല മാനേഴ്സും ആവശ്യമാണ്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. അത് പിന്നീട് 21 ജന്മത്തേക്കുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ആസുരീയ ഗുണമാണ്. ആസുരീയ ലോകവും പതീത ലോകവുമാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു തന്നു. ഈ സമയം ബാബ പറയുന്നു, ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ. അപ്പോൾ നിങ്ങൾ സത്യമായ സ്വർണമായി മാറും. സത്യയുഗമാണ് ഗോൾഡൻ ഏജ്, സത്യമായ സ്വർണം. പിന്നെ ത്രേതായിൽ വെള്ളിയുടെ അലോയ് ചേരുന്നു. കല കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു കലയുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ബാബ വരുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നു. ഈ രാവണ രാജ്യത്തിൽ എല്ലാവരും അവിവേകി ആയിരിക്കുകയാണ്. പരിധിയില്ലാത്ത ഡ്രാമയുടെ പാർട്ട്ധാരിയായിട്ടും ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നില്ല. നിങ്ങൾ ആക്ടേഴ്സ് ആണല്ലോ. നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുകയാണ്. എന്നാൽ
പാട്ടുധാരി ആയിട്ടും അറിയുന്നില്ല. അപ്പോൾ പരിധിയില്ലാത്ത ബാബ പറയുമല്ലോ, നിങ്ങൾ എത്ര അവിവേകിയായിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വിവേകശാലിയും വജ്രതുല്യവും ആക്കി മാറ്റുന്നു. പിന്നീട് രാവണൻ കവടിക്ക് തുല്യമായി മാറ്റുന്നു. ഞാൻ തന്നെ വന്ന് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നു. പിന്നീട് ഈ പതീത ലോകവും വിനാശമാകും. കൊതുകിൻ കൂട്ടത്തെ പോലെ എല്ലാവരെയും കൊണ്ടുപോകുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ആകണം. അപ്പോഴാണ് നിങ്ങൾ സ്വർഗവാസി ആകുന്നത്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ ബുദ്ധി തമോ പ്രധാനമാണ്, അതിനാൽ മനസ്സിലാക്കുന്നില്ല. ഇത്രയും BKs ഉണ്ട്, അപ്പോൾ തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടാകും. ബ്രാഹ്മണരാണ് കുടുമി. ബ്രാഹ്മണർ പിന്നീട് ദേവതയാകുന്നു. ചിത്രങ്ങളിൽ ബ്രാഹ്മണരെയും ശിവനെയും അപ്രത്യക്ഷമാക്കി. ബ്രാഹ്മണരായ നിങ്ങൾ ഇപ്പോൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉയർന്ന പദവിക്ക് വേണ്ടി ശ്രീമത്തനുസരിച്ച് നടന്ന് നല്ല മാനേഴ്സ് ധാരണ ചെയ്യണം. സത്യമായ പ്രിയതമയായി ഒരു പ്രിയതമനെ മാത്രം ഓർമ്മിക്കണം. എത്ര സാധിക്കുമോ ഓർമ്മയുടെ അഭ്യാസം വർദ്ധിപ്പിക്കണം. വരദാനം: നിമിത്തഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ മായയുടെ ഗേറ്റ് അടയ്ക്കുന്നവരും ഡബിൾ ലൈറ്റുമായി ഭവിക്കട്ടെ. ആരാണോ സദാ സ്വയം നിമിത്തമായി മനസ്സിലാക്കി നടക്കുന്നത്, അവർക്ക് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിമിത്തമാണ്. ഈ സ്മൃതിയിലൂടെ സഫലത ഉണ്ടാകുന്നു. ഞാനെന്ന ഭാവം വന്നു എന്നാൽ മായയുടെ ഗേറ്റ് തുറന്നു എന്നർത്ഥം. നിമിത്തമായി മനസ്സിലാക്കി എന്നാൽ മായയുടെ ഗേറ്റ് അടഞ്ഞു എന്നർത്ഥം. അപ്പോൾ നിമിത്തമായി മനസ്സിലാക്കുന്നതിലൂടെ മായാജീത്തുമായി മാറുന്നു, ഡബിൾ ലൈറ്റും ആകുന്നു. അതിനോടൊപ്പം സഫലതയും തീർച്ചയായും ലഭിക്കുന്നു. ഈ സ്മൃതി നമ്പർ 1 നേടുന്നതിൻ്റെ ആധാരമായി മാറുന്നു. സ്ലോഗൻ: ത്രികാലദർശിയായി ഓരോ കർമ്മവും ചെയ്യൂ, അപ്പോൾ സഫലത സഹജമായി ലഭിച്ചുകൊണ്ടിരിക്കും. മാതേശ്വരിജിയുടെ മഹാവാക്യങ്ങൾ: മനുഷ്യാത്മാവ് തൻ്റെ മുഴുവൻ സമ്പാദ്യവും അനുസരിച്ചാണ് ഭാവിയിലെ പ്രാപ്തി അനുഭവിക്കുന്നത്. നോക്കൂ, ധാരാളം മനുഷ്യർ ഇങ്ങനെ കരുതുന്നു, നമ്മുടെ പൂർവജന്മങ്ങളിലെ നല്ല സമ്പാദ്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ ജ്ഞാനം പ്രാപ്തമായതെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യമേ ഇല്ല. പൂർവജന്മത്തിലെ നല്ല ഫലമുണ്ട് എന്നത് നമ്മൾ അറിയുന്നുണ്ട്. കൽപ്പത്തിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സതോ രജോ തമോ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഡ്രാമയനുസരിച്ച് പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തി ഉണ്ടാകുന്നതിൻ്റെ മാർജിൻ വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിനാലാണ് അവിടെ സത്യയുഗത്തിൽ ചിലർ രാജാവും റാണിയും, ചിലർ ദാസിയും, ചിലർ പ്രജാപദവിയും നേടുന്നത്. അപ്പോൾ ഇത് പുരുഷാർത്ഥത്തിൻ്റെ സിദ്ധിയാണ്. അവിടെ ദ്വൈതവും ഈർഷ്യയും ഉണ്ടായിരിക്കുന്നില്ല. അവിടെ പ്രജകളും സുഖിയാണ്. രാജാവും റാണിയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ പ്രജകളെ പരിപാലിക്കുന്നു. അവിടെ ദരിദ്രരും ധനികരുമെല്ലാം സന്തുഷ്ടരാണ്. ഈ ഒരു ജന്മത്തിലെ പുരുഷാർത്ഥത്തിലൂടെ 21 തലമുറകളിലേക്കായി സുഖം നേടും. ഇതാണ് അവിനാശി സമ്പാദ്യം. ഈ അവിനാശി സമ്പാദ്യത്തിൽ അവിനാശി ജ്ഞാനത്തിലൂടെ
അവിനാശി പദവി ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ സത്യയുഗീ ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാക്ടിക്കൽ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏതെങ്കിലും അത്ഭുത മന്ത്രത്തിൻ്റെ കാര്യമേ ഇല്ല. ഗുരുവിൻ്റെ മതവും ശാസ്ത്രങ്ങളുടെ മതവും പരമാത്മാവിൻ്റെ മതം അല്ല. പരമാത്മാവ് പറയുന്നു, കുട്ടികളെ, ഈ ഗുരുവിൻ്റെ മതവും ശാസ്ത്രത്തിൻ്റെ മതവും എൻ്റെ മതമല്ല. ഇത് കേവലം എൻ്റെ പേരിൽ മതം നൽകുന്നതാണ്. എന്നാൽ എൻ്റെ മതം ഞാൻ അറിയുന്നു. എൻ്റെ കൂടിക്കാഴ്ചയുടെ അറിവ് ഞാൻ വന്ന് നൽകുന്നു. അതിനു മുൻപേ എൻ്റെ അഡ്രസ് ആരും അറിയുന്നില്ല. ഗീതയിൽ ഭഗവാൻ വാച എന്നുണ്ട്. എന്നാൽ ഗീതയും മനുഷ്യർ ഉണ്ടാക്കിയതാണ്. ഭഗവാനാണെങ്കിൽ സ്വയം ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഭഗവാൻ ഏതൊരു മഹാവാക്യം കേൾപ്പിച്ചുവോ അതിൻ്റെ സ്മാരകമായി പിന്നെ ഗീത ഉണ്ടായി. ഈ വിദ്വാൻമാരും പണ്ഡിതരും ആചാര്യന്മാരും പറയുന്നു, പരമാത്മാവ് സംസ്കൃതത്തിൽ മഹാവാക്യം ഉച്ചരിച്ചു. അത് പഠിക്കാതെ പരമാത്മാവിനെ ലഭിക്കുക സാധ്യമല്ല എന്ന്. ഇവരാണെങ്കിൽ കൂടുതൽ തലകീഴായ കർമ്മകാണ്ഡത്തിൽ കൊടുക്കുന്നു. വേദശാസ്ത്രങ്ങൾ പഠിച്ച് അഥവാ ഏണിപ്പടി കയറുകയാണെങ്കിൽ പിന്നെ അത്രയും തന്നെ ഇറങ്ങേണ്ടി വരും. അതായത് അത് മറന്ന് ഒരു പരമാത്മാവുമായി ബുദ്ധിയോഗം യോജിപ്പിക്കേണ്ടി വരും. കാരണം പരമാത്മാവ് നേരിട്ട് പറയുന്നു, ഈ കർമ്മകാണ്ഡം വേദം ശാസ്ത്രം പഠിക്കുന്നതിലൂടെ എൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നില്ല. നോക്കൂ, ധ്രുവൻ, പ്രഹ്ലാദൻ, മീര എന്നിവർ എന്ത് ശാസ്ത്രമാണ് പഠിച്ചത്? ഇവിടെയാണെങ്കിൽ പഠിച്ചതും എല്ലാം മറക്കേണ്ടി വരും. ഏതുപോലെ അർജുനൻ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒന്നിനും മറക്കേണ്ടി വരും. ഭഗവാന്റെ സ്പഷ്ട മഹാവാക്യമാണ്, ഓരോ ശ്വാസത്തിലും എന്നെ ഓർമ്മിക്കൂ. ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജ്ഞാനം ഇല്ലാത്തതുവരെയും ഭക്തിമാർഗം തുടരുന്നു. എന്നാൽ ജ്ഞാനത്തിൻ്റെ ദീപം തെളിയുമ്പോൾ കർമ്മകാണ്ഡം ഒഴിവാകുന്നു. കാരണം കർമ്മകാണ്ഡം ചെയ്ത് അഥവാ ശരീരം വെടിയുകയാണെങ്കിൽ നേട്ടം എന്ത് ലഭിച്ചു? പ്രാപ്തി ഉണ്ടായില്ല. കർമ്മബന്ധനത്തിൻ്റെ കണക്കുകളിൽ നിന്നും മുക്തി ലഭിച്ചില്ല. ലോകർ വിചാരിക്കുന്നു, അസത്യം പറയാതിരിക്കുന്നത്, മോഷ്ടിക്കാതിരിക്കുന്നത്, ആർക്കെങ്കിലും ദുഃഖം നൽകാതിരിക്കുന്നത് നല്ല കർമ്മമാണെന്ന്. പക്ഷേ ഇവിടെയാണെങ്കിൽ സദാകാലത്തേക്ക് കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തമാകണം. വികർമ്മങ്ങളുടെ വേരിനെ നീക്കം ചെയ്യണം. നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. നല്ല കർമ്മങ്ങളുടെ വൃക്ഷം വരും വിധത്തിൽ ഇങ്ങനെയുള്ള വിത്ത് വിതയ്ക്കണം. അതിനാൽ മനുഷ്യ ജീവിതത്തിൻ്റെ കാര്യത്തെ അറിഞ്ഞ് ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ശിവശക്തിയുടെ അർത്ഥം തന്നെ കമ്പൈൻഡ് എന്നാണ്. ബാബയും താങ്കളും രണ്ടും ചേർത്ത് ശിവശക്തി എന്ന് പറയുന്നു. അപ്പോൾ എന്താണോ കമ്പൈൻഡ് ആയത് അതിനെ ആർക്കും വേർപെടുത്തുവാൻ സാധിക്കില്ല. ഇത് ഓർമ്മ വയ്ക്കൂ. നമ്മൾ കമ്പൈൻഡ് ആയിരിക്കുന്നതിൻ്റെ അധികാരി ആയിരിക്കുകയാണ്. മുൻപ് അന്വേഷിക്കുന്നവരായിരുന്നു, ഇപ്പോൾ കൂടെ കഴിയുന്നവരാണ്. ഈ ലഹരി സദാ ഉണ്ടായിരിക്കട്ടെ. ഓം ശാന്തി. ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതിയെ ഞാൻ ജ്ഞാനബലവും ബുദ്ധിബലവും കൊണ്ട് സ്പഷ്ടമാക്കുന്നു. മസ്തക മധ്യത്തിൽ
ഒരു സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന എൻ്റെ ആത്മസ്വരൂപത്തെ ബുദ്ധിബലത്തിലൂടെ ഞാൻ സ്പഷ്ടമായി കാണുന്നു. ആ പ്രകാശബിന്ദു സ്വരൂപത്തിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. പ്രകാശ സ്വരൂപമായി ഭാരരഹിത അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ പരമധാമത്തിൽ ബാബയുടെ സ്വരൂപത്തിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. ബുദ്ധിയുടെ താൽപര്യം പ്രിയതമനായ ഒരു ബാബയിൽ മാത്രമായി ഞാൻ നിലനിർത്തുന്നു. പ്രകാശ ബിന്ദുരൂപിയായ ബാബയിൽ എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ ചേർക്കുന്നു. പവർ ഹൗസുമായി എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ ചേർത്ത് സമസ്ത ശക്തികളും ഞാൻ ബുദ്ധിയിലൂടെ ഗ്രഹിക്കുന്നു. സർവശക്തി സമ്പന്ന അവസ്ഥ ഞാൻ കൈവരിക്കുന്നു. സർവശക്തിവാനിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ശക്തികൾ ദാനം ചെയ്യുക എന്ന ശ്രേഷ്ഠ ലക്ഷ്യം ബുദ്ധിയിൽ വച്ച് ബുദ്ധിബലത്തിലൂടെ ഈശ്വരീയ ശക്തികളുടെ സകാശ് പ്രകാശബീജികളുടെ രൂപത്തിൽ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.